മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 17:10 നമുക്ക് ധ്യാനിക്കാം. The book of Proverbs chapter 17 verse 10. ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഭോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ 1 ശകാരിക്കുന്നത് കൂടുതൽ ഉള്ളിൽ തട്ടും. ഒരിക്കല് ട്രെയിനിൽ വെച്ചൊരു യുവാവ് ഗാന്ധിജിയെ പരിഹസിക്കാൻ വേണ്ടി എഴുതിയ കവിതയുമായി അദ്ദേഹത്തെ സമീപിച്ചു. ഗാന്ധിജി ആ കവിത വായിച്ചു. ഗാന്ധിജി ആ കവിത വായിക്കുമ്പോൾ യുവാവ് ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. അതിലെ പരിഹാസധ്വനി ഗാന്ധിജി മനസ്സിലാക്കുകയില്ലെന്നും ആ കവിത വാങ്ങി പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുമെന്നും അയാൾ കണക്കുകൂട്ടി. ആ കവിതയിലെ ഗൂഢാർത്ഥം വഴി ഗാന്ധിജിയെയും കോൺഗ്രസുകാരെയും വിഡ്ഢികളാക്കണം. ഇതൊക്കെയായിരുന്നു യുവാവിന്റെ പദ്ധതി. ആദ്യ 4 വരി വായിച്ചപ്പോൾ തന്നെ അതിന്റെ രചയിതാവിന്റെ ഉദ്ദേശമെന്തെന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. എന്നിട്ടും മനസ്സിലാകാത്ത മട്ടിൽ വായന തുടർന്നു. അതിലെഴുതിയതെല്ലാം ശുദ്ധ വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി അത് പിൻ ചെയ്തിരുന്ന മുട്ടുസൂചി മാത്രം ഊരി കയ്യിലെടുത്തു. കവിത തിരികെ കൊടുത്തു. യുവാവ് എളിഭ്യതയോടെ ചോദിച്ചു, "ഇതെന്താ സാർ, ഇതിൽ സാരമായിട്ടൊന്നുമില്ലേ?" "ഉണ്ടല്ലോ, സാരമായുള്ളത് ഞാൻ എടുത്തു." കയ്യിലിരുന്ന മുട്ടുസൂചി ഉയർത്തി യുവാവിനോട് ഗാന്ധിജി പറഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിഹാസം വിഡ്ഢികളുടെ തൊഴിലാണ്, യാതൊരു സംശയവുമില്ല. അതല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം. നമ്മുടെ കർത്താവിശ്വം ശിവയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.